അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ ജോഗ്രഫിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ അഥവാ പൊതു ചെലവും പൊതു വരുമാനവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെലവ് എന്താണ്, വരുമാനം എന്താണ്, അല്ലെ? എല്ലാവർക്കും പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഒരു വ്യക്തിയുടെ ചെലവിനെ നമ്മൾ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ചെലവ് അഥവാ ഇൻഡിവിജ്വൽ കോസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കും. അതുപോലെ ഒരു വ്യക്തിയുടെ വരുമാനത്തെ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ വരുമാനം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻകം എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി അയാൾക്ക് മാസം 30,000 രൂപയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അയാൾക്ക് എന്തുണ്ടാവും, ചെലവുണ്ടാവും, അല്ലെ? വീട്ടിലെ സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ ആശുപത്രി ചെലവുകൾ ഉണ്ടായിരിക്കാം, സിനിമ കാണാൻ പോകുന്ന എന്റർടൈൻമെന്റ് ചെലവുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവും. അപ്പൊ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് വരുമാനവും ഉണ്ടാവും, അതുപോലെ തന്നെ ചെലവും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു 10 രൂപ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 രൂപയ്ക്ക് അതിൻ്റെതായ ചെലവും ഉണ്ടാവും, അല്ലെ? അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് പൊതു ചെലവും പൊതു വരുമാനവും എന്നാണ്, അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ ആകെ ചെലവ് എന്താണ്, ഒരു രാഷ്ട്രത്തിന് വരുമാനം ലഭിക്കുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതൊരു രാഷ്ട്രമായി കഴിഞ്ഞാലും, ഇന്ത്യ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രമായിക്കോട്ടെ, ആ രാഷ്ട്രത്തിനെല്ലാം തന്നെ വരുമാനം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് ചെലവഴിക്കുന്നു, അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ചെലവ്, എങ്ങനെയൊക്കെയാണ് ഇന്ത്യ ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇന്ത്യക്ക് ലഭിക്കുന്ന പണം അഥവാ ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നത് 2 മാർഗത്തിലൂടെയാണ്. എത്ര മാർഗത്തിലൂടെയാണ്? 2 മാർഗത്തിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ആണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. എന്താ മക്കളെ? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾ. എന്താണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾ? രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ ആണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവുകൾ. വികസന പ്രവർത്തനങ്ങൾക്കല്ലാണ്ട് ചെലവഴിക്കുന്നതാണ് ഇത് വികസനേതര ചെലവുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു രാഷ്ട്രത്തിന് ലഭിക്കുന്ന പണം എന്ത് ചെയ്യുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്. അത് 2 മാർഗത്തിലൂടെയാണ് ചെലവഴിക്കുന്നത്. ഒന്നുകിൽ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് അഥവാ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനായിട്ട് പണം ചെലവഴിക്കുന്നുണ്ടാകാം, അതല്ലെങ്കിൽ വികസനേതര പ്രവർത്തനങ്ങൾക്കായി നോൺ ഡെവലപ്മെന്റൽ പ്രോഗ്രസിനായിട്ട് എന്ത് ചെയ്യാം, പണം ചെലവഴിക്കുന്നുണ്ടാകാം. ഇതാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ അടുത്തായിട്ട് പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിണറായി വിജയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തുരങ്കപാത വയനാട്ടിലേക്ക് നിർമ്മിക്കുന്നു, അല്ലെ? തിരുവമ്പാടിയെ കണക്ട് ചെയ്തുകൊണ്ട് തുരങ്കപാത വയനാട്ടിലേക്ക് നിർമ്മിക്കുകയാണ്. അതെന്തിൽ പെടും? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ പെടും. അതിന് ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്, അല്ലെ? ഇത്തരത്തിൽ റോഡുകൾ പണി കഴിപ്പിക്കുമ്പോൾ, പാലങ്ങൾ പണി കഴിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ രാഷ്ട്രത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഓരോ ബിൽഡിങ്ങുകൾ പണി കഴിപ്പിക്കുമ്പോൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ പണി കഴിപ്പിക്കുമ്പോൾ ഒക്കെ എന്താ ചെയ്യുന്നത്, രാഷ്ട്രത്തിന്റെ വികസനങ്ങളോട് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പൊ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പണം ചെലവഴിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സച്ചാസ് എന്ത് ചെയ്യുക, നമ്മള് പാലങ്ങൾ, അല്ലെ? രാഷ്ട്രത്തിന് വേണ്ടി പാലങ്ങൾ പണിയെടുപ്പിക്കൂടാ. അപ്പൊ പാലം, ഹൗറ പാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെ? അപ്പൊ അതൊക്കെ ആ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റിനാണ്. നമ്മുടെ കൽക്കത്തയിലുള്ള ഹൗറ പാലം, അതുപോലെ ഇപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് കേട്ടിട്ടുണ്ടോ, അല്ലെ? ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ്. അപ്പൊ ഈ ലണ്ടൻ ബ്രിഡ്ജ് വന്ന സമയത്ത് എന്ത് ചെയ്തു, ആ രാഷ്ട്രം ഡെവലപ്പ് ചെയ്തു. ലണ്ടൻ ബ്രിഡ്ജിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്ന പാലാണ്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വലിയ വലിയ കപ്പലുകൾ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റും, ആ റോഡ് നേരെ ഇങ്ങനെ 2ആയി പടരും. അപ്പൊ ആ രീതിയിലുള്ള രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റൽ പർപ്പസിന് വേണ്ടി പണം ചെലവഴിക്കുന്ന നമുക്ക് എന്ത് വിളിക്കാം, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. രണ്ടാമത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ വികസനത്തിന് അല്ലാതെ മറ്റു ചില പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രം എന്ത് ചെയ്യാറുണ്ട്, പണം ചെലവഴിക്കാറുണ്ട്. അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടിയെന്നിരിക്കുക. ഇപ്പൊ 1000 രൂപ കിട്ടിയിൽ നിങ്ങൾ ടെക്സ്റ്റ് മേടിച്ചു, ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു, അപ്പോൾ നിങ്ങൾ ഹോർലിക്സ് മേടിച്ചു വിചാരിക്കുക. അതൊക്കെ എന്താണ്, നിങ്ങൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു വളരാൻ വേണ്ടി, അപ്പോൾ ഹോർലിക്സ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം കൂടാൻ വേണ്ടി. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡെവലപ്മെന്റിൽ പെടും.
അപ്പൊ അതേ സമയത്ത് നിങ്ങൾ സിനിമ കാണാൻ പോയി, അതെന്താണ്? നോൺ ഡെവലപ്മെന്റ്. അത് നിങ്ങൾ വളരാൻ വേണ്ടിയൊന്നല്ല, അത് നിങ്ങൾ എന്റർടൈൻമെന്റാ, സിനിമ കാണാ, സർക്കസ് കാണാന്നുള്ളതൊക്കെ അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ രാഷ്ട്രം ചിലപ്പോൾ എന്ത് ചെയ്യും? രാഷ്ട്രത്തിന്റെ വികസനത്തിനല്ലാണ്ടും പണം ചെലവഴിക്കും. എന്തിനൊക്കെ വേണ്ടിയാ? ഒന്ന് യുദ്ധത്തിന് വേണ്ടി. ഇപ്പൊ യുദ്ധം ചെയ്തതുകൊണ്ട് രാഷ്ട്രത്തിന് ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ ഒരു തരത്തിലുണ്ടാവുന്നുണ്ട്, പക്ഷെ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ എങ്കിലും മനസ്സിലാക്കുക, യുദ്ധം ചെയ്യുന്നതിലൂടെ ബേസിക് ആയിട്ട് രാഷ്ട്രത്തിന് വേണ്ടത്ര ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. യുദ്ധം കൊണ്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, നഷ്ടം മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ പാകിസ്ഥാൻ ഒരു ഭാഗം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭാഗം നമ്മളുടേതായ ഡെവലപ്മെന്റ് അല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പകരം എന്താണ്, ഈ യുദ്ധത്തിലൂടെ നമ്മൾ എത്രയോ ആളുകൾ മരണപ്പെടുന്നു, എത്രയോ എക്കോണമി നഷ്ടപ്പെടുന്നു, ഇതൊക്കെ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ മാറ്റി ചിന്തിക്കുക. അപ്പോഴാണ് എന്തിലേക്ക് മാറുക? അത് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ കാറ്റഗറിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുക. ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസ് മാത്രം കിട്ടിയത് കൊണ്ട് രാഷ്ട്രത്തിന് ഡെവലപ്മെന്റ് ആവില്ല. ആ രാഷ്ട്രത്തിന് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ് അതിലൂടെ ഉദ്ദേശിക്കണം. ഓക്കെ, അപ്പോൾ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ ആണ് യുദ്ധം അഥവാ വാർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പെൻഷൻ അല്ലെ. നമുക്കറിയാം നമ്മളുടെ സർക്കാർ ജോലിക്കാർക്ക് എല്ലാം തന്നെ ഗവൺമെന്റ് എന്ത് കൊടുക്കാറുണ്ട്? പെൻഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ അല്ലെ, എന്താണ്, വാർദ്ധക്യ പെൻഷൻ കൊടുക്കാറുണ്ട്, അതുപോലെ വിധവാ പെൻഷൻ കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പെൻഷൻസ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത് രാഷ്ട്രത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടൊന്നല്ല, ആ വ്യക്തികളുടെ വെൽഫെയർ, ആ വ്യക്തികളുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പെൻഷൻ, യുദ്ധം, ഇതിനൊക്കെ ചെലവഴിക്കുന്ന പണമാണ് ഇതിൽ ഉൾപ്പെടുക, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുക. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയാം, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്, അഥവാ ഗവൺമെന്റിന്റെ ചെലവിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്നാമത് വികസന ചെലവ്, രണ്ടാമത് വികസനേതര ചെലവ്, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന പണത്തെ നമ്മൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും, രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കല്ലാണ്ട് മറ്റു പല ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന പണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും എന്ന് വിളിക്കുന്നു. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആലോചിക്കുക. അതിൽ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുക, റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. നോൺ ഡെവലപ്മെന്റ് ആകുമ്പോൾ വാർ, പെൻഷൻ ഒക്കെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയുടെ പൊതുചെലവ് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ അഥവാ പൊതുചെലവ്, ഇന്ത്യക്കാരുടെ ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വീട്ടിൽ ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് വിചാരിക്കും. ഒരു വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിൽ ചെലവ് കൂടുക എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടായിരിക്കും അല്ലെ. ചെലവ് കൂടാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ പല ഹോസ്പിറ്റൽ കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സ് കൂടിയതായിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ, ഇന്ത്യയുടെ പൊതുചെലവ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചെലവ് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ തന്നെയാണ്, ജനസംഖ്യ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം അല്ലെ, നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. 1-2 കോടിയൊന്നല്ല, 136 കോടി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആ രാഷ്ട്രങ്ങളുടെ ജനസംഖ്യയുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ രാഷ്ട്രത്തിലെ പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ചൈനയിലാണെങ്കിൽ പോപ്പുലേഷൻ കുറയുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ലൊക്കാലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് പ്രദേശങ്ങളുണ്ട്. അപ്പൊ അവർക്ക് വ്യവസായം ചെയ്യുക, അവിടെ മൈനിങ് നടത്താം, അങ്ങനെ പലതരത്തിലും അവർക്ക് എക്കോണമി കിട്ടും. പക്ഷെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് കുറവാണ്, സ്ഥലം കുറവാണ്, പോപ്പുലേഷൻ കൂടുതലാണ്, ജനസംഖ്യ കൂടുതലാണ്. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ പോപ്പുലേഷൻ ഇൻക്രീസ്മെന്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രത്തിന് എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്? എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നമാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തിന്റെ? ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അർബനൈസേഷൻ ആണ്. അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരവൽക്കരണം. ഇന്ത്യയിലെ ഓരോ ചെറിയ പ്രദേശങ്ങളും എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അർബൻ സിറ്റീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ 2004 ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും അതേ സമയത്ത് 2004 കൊച്ചി നഗരത്തെ വെച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 2004 നമ്മൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ 1995-94 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഫിലിമാണ്. നിങ്ങൾ ആരും കാണാത്തൊരു ഫിലിം ആയിരിക്കില്ല, ഈ പറക്കും തളിക എന്ന് പറയുന്ന ഒരു ഫിലിം കേട്ടിട്ടുണ്ടോ അല്ലെ? ദിലീപും അതുപോലെ ഹരിശ്രീ ശോഭനൊക്കെ മത്സരിച്ച് അഭിനയിച്ച ഈ പറക്കും തളിക. ആ ഈ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം എറണാകുളമാണ്. അതേ സമയത്ത് 2020 ഒരു പെർട്ടിക്കുലർ ഫിലിം, ഫോർ എക്സാമ്പിൾ
ഇപ്പൊ എന്താ പറയാ, ഏതെങ്കിലും ഒരു ഫിലിം ഇപ്പൊ 2020 ഇറങ്ങിയ കൊച്ചിയെ കേന്ദ്രീകരിച്ച് ഇറങ്ങിയ ഒരു ഫിലിം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഈ രണ്ട് പ്ലേസസ് തമ്മിൽ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ആലോചിക്കുക, അല്ലെങ്കിൽ രണ്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ രണ്ട് സമയത്ത് രണ്ട് പ്ലേസ്, രണ്ട് കാലഘട്ടത്തിൽ ഈ സെയിം പ്ലേസിലുണ്ടായ വ്യത്യാസങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പൊ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പെർട്ടിക്കുലർ പ്ലേസ് ആയിക്കോട്ടെ, ഇപ്പൊ കോഹിനൂർ ആയിക്കോട്ടെ, ഇപ്പൊ എന്താണ് പറയാ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് പ്ലേസ് ആണെന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടം കഴിയുന്നതും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് urbanization പ്രോസസ് എന്ന് പറയുന്നത്. നഗരവൽക്കരണം കാരണം ഓരോ ഇന്ത്യയിലെ സ്ഥലങ്ങളും എന്തായിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റികളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലും ഗവൺമെന്റിന് എന്ത് കൂടും, എക്സ്പെൻഡിച്ചർ ചെലവ് കൂടും. അതാണ് രണ്ടാമത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്. ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ഡിഫൻസിന് വേണ്ടി, ഇന്ത്യ പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയിലെ തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങളൊന്നും ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്രയോ കോടി ജനങ്ങൾ പട്ടിണിയില്ലാണ്ട് കിടക്കാൻ, അത്രയും പട്ടിണിയില്ലാണ്ട് കിടക്കാൻ പറ്റുന്ന അത്രയും അധികം പൈസ ആർക്കുണ്ടോ, ഇന്ത്യക്കാർക്കുണ്ടോ അല്ലെ. ഇപ്പൊ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടോ, 3000 കോടി കൊടുത്ത് നമ്മൾ റാഫേൽ വിമാനം മേടിക്കുന്നു, 40,000 കോടി കൊടുത്ത് നമ്മൾ എന്താണ് ആണവ ബോംബുകൾ മേടിക്കുന്നു, കുറെ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ. അപ്പൊ ഇത്തരത്തിൽ പ്രതിരോധത്തിന് വേണ്ടി, ഇത്തരത്തിൽ യുദ്ധ കപ്പലുകൾ മേടിക്കാൻ വേണ്ടി, ഫ്ലൈറ്റുകൾ മേടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ജെറ്റുകൾ മേടിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ നമ്മൾ എന്താണ്, ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി ശത്രുക്കളായതല്ല, പക്ഷെ എങ്കിലും എന്താണ്, ശത്രുതാ മനോഭാവത്തിലാണ് അല്ലെ. 47 മുതൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടി പിറ്റത്തെ ദിവസം തുടങ്ങിയതാണ് അടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അല്ലെ. ഒരു രാഷ്ട്രമായി നിന്ന ആൾക്കാരാ 47 ഓഗസ്റ്റ് 15-ാം തീയതി വരെ. 16-ാം തീയതി ആയപ്പോഴേക്കും രണ്ട് രാഷ്ട്രങ്ങളോളം അടിയായി. ഞങ്ങൾ പാകിസ്ഥാൻകാരാണെങ്കിൽ ഇന്ത്യക്കാരാണ്. ആ ലെവലിൽ സാധനം മാറി. ഇപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴും ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന IPL നടക്കുന്നുണ്ട്. അതിലിപ്പോഴും പാകിസ്ഥാനിലെ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പോയിട്ട് ഒരു സീരീസ് ഇന്ത്യ കളിക്കുന്നില്ല, ഇന്ത്യയിൽ വന്നിട്ട് സീരീസ് പാകിസ്ഥാൻ കളിക്കുന്നില്ല. ആകെ രണ്ട് ടീമും കൂടെ തമ്മിൽ കളിക്കുന്ന എപ്പോഴാ, ഒരു ICC ടൂർണമെന്റ് ഉണ്ടാവും മാത്രമാണ്, അല്ല 2020 വേൾഡ് കപ്പോ ഏകദിന വേൾഡ് കപ്പോ ഒക്കെ ഉണ്ടാവും മാത്രം. അപ്പൊ അന്ന് തന്നെ ഇത് കാണാൻ വേണ്ടി കോടിക്കണക്കിന് ആൾക്കാർ കണ്ണും കണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാണ്. നിങ്ങൾ അതൊക്കെ പേപ്പറിലൂടെ, ദൃശ്യവാച്യ മീഡിയകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അല്ലേ, പാകിസ്ഥാൻ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ പകുതി ഭാഗം കൊണ്ടുപോയി, അതുപോലെ തന്നെ ചൈനക്കാർ മറ്റേ പകുതി കൊണ്ടുപോയി. ഇതൊക്കെ നടക്കുന്നതാ. ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ട് ശത്രുതയിലാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ ചൈനയുമായിട്ട് ശത്രുതയിലാണ്. അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ പുതുതായിട്ട് നേപ്പാളും പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയുമായിട്ട് ശത്രുതാ എന്ന മനോഭാവത്തിലേക്ക് നേപ്പാളും വന്നു. അപ്പൊ ടോട്ടലി ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങളുമായിട്ടെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള ഒരു നല്ല റിലേഷൻ അല്ല ഇന്ത്യക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫൻസിനുമുള്ള ചെലവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഡിഫൻസ് എന്ന പ്രതിരോധത്തിലുമുള്ള ചെലവ് എന്താണ്, കൂടുതലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നത്, പൊതു ചെലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. യെസ്. ഇനി അടുത്ത പഠിക്കാനുള്ളത് പബ്ലിക് റവന്യൂ. ഇപ്പൊ നമ്മൾ ചെലവഴിക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചു അല്ലെ. ഈ മാർഗത്തിലൂടെയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം ചെലവഴിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ചെലവായി പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പണം ലഭിക്കുന്നത്, ഇന്ത്യൻ ഗവൺമെന്റിന് എങ്ങനെയാണ് പണം ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് മാർഗമാണ് നമുക്ക് പണം ലഭിക്കാൻ. ഇന്ത്യൻ ഗവൺമെന്റിന് അഥവാ ഇന്ത്യൻ ഭരണകൂടത്തിന് നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന് കളക്ട് ചെയ്യുന്ന ക്യാഷ് കിട്ടുന്ന രണ്ട് രീതിയിലാണ്. അതിൽ ഒന്നാമതാണ് ടാക്സ് റവന്യൂ. നമ്മളെ ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം. ഒന്നാമതാണ് നികുതി വരുമാനം. രണ്ടാമത്തതാണ് നോൺ ടാക്സ് റവന്യൂ. എന്താണ് നോൺ ടാക്സ് റവന്യൂ? നികുതിയേതര വരുമാനം. എന്തൊക്കെയുണ്ട്? നികുതി വരുമാനമുണ്ട്, അതുപോലെ തന്നെ നികുതിയേതര വരുമാനമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും പറഞ്ഞുള്ളൂ. പബ്ലിക് റവന്യൂ അഥവാ പൊതുവരുമാനം, ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് രണ്ട് മാർഗത്തിലൂടെയാണ്. ഒന്ന് ടാക്സ് ആയിട്ട് നമുക്ക് നികുതിയായിട്ട് ലഭിക്കും, രണ്ടാമതായിട്ട് നികുതിയേതര വരുമാനം നോൺ ടാക്സ് റവന്യൂ എന്നുള്ള പേരിലും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടാക്സ് റവന്യൂവെ അഥവാ നികുതി വരുമാനത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. അതൊക്കെയാണ്
ഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നേരിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുന്ന നികുതിയെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്താ മക്കളെ? ഒരു വ്യക്തി നേരിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന നികുതികളെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് ഡയറക്റ്റ് പോയിട്ട് അടിക്കാതെ കിട്ടിയില്ലേ? നിങ്ങൾ സിനിമയിലൊക്കെ ഡയറക്റ്റ് ആയി പഠിക്കാറ് നമ്മൾ നേരിട്ട് പോയി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ഡയറക്റ്റ് ആയി പോയി പ്രപ്പോസ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരിട്ട് പോയി പ്രപ്പോസ് ചെയ്യുക, അതാണ് ഡയറക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നികുതി അടയ്ക്കുക. അപ്പൊ അതിന് വിളിക്കുമ്പോഴാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളെ ഇൻകം ടാക്സ്. നമ്മൾ എത്ര വരുമാനം മേടിക്കുന്നോ അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് അടക്കണം, അല്ലെ? പേഴ്സണൽ ഇൻകം ടാക്സ്, അതോ അതിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ്, നമുക്ക് വല്ല എന്താണ് പറയാ, വല്ല ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടക്കണം, അതാണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ, ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അല്ലാണ്ട് അടക്കുന്നത്, നമ്മൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടല്ലാണ്ട് കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ബാർകോഡിന്റെ അവിടെ ഇപ്പോൾ രൂപ 25 rupees എന്നുള്ളത് തന്നെ കാണാം, MRP അവിടെ കാണാം, ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, എല്ലാ നികുതിയും ഉൾപ്പെടെ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ആ ബുക്കിന് നമ്മൾ എന്ത് കൊടുത്തു? ടാക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നേരിട്ടാണോ കൊടുത്തിട്ടുള്ളത്? അല്ല. നമ്മൾ ആ ബുക്ക് മേടിച്ചപ്പോൾ 25 രൂപ എന്നുണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബുക്കിന്റെ വില 23 രൂപയായിരിക്കും, 2 രൂപ ചിലപ്പോൾ എന്തായിരിക്കാം? ടാക്സ് ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അറിയാണ്ടോ അറിഞ്ഞുകൊണ്ടോ അതിന്റെ ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് എന്ത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യാം? കൊടുക്കുക. മനസ്സിലായോ? നമ്മൾ നേരിട്ടല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് മേടിച്ചു, ആ ടിക്കറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സുകാർ എന്ത് ചെയ്തോളും? അതിന് ടാക്സ് കൊടുത്തോളും. ബസ്സും ഇതൊക്കെ ടാക്സ് അനുസരിച്ചാണ് കൂടെ കൂടാന്ന് അറിയാലോ. അപ്പൊ അതൊക്കെ നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ പൊതു ചെലവിനെ, രാഷ്ട്രത്തിന്റെ ചെലവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ വരുമാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ എന്ന് പറയുന്നത്, അഥവാ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ അഥവാ രാഷ്ട്രത്തിന്റെ ചെലവിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ ഫുഡിന് രണ്ടായി തിരിക്കുമല്ലോ, വെജിറ്റേറിയൻ നോൺ വെജ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറും രണ്ടായി തിരിക്കുന്നു. ഒന്ന് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, രണ്ടാമത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ അറിയാലോ, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക, ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾക്കല്ലാണ്ട് നമ്മൾ മറ്റു ചില പ്രവർത്തനങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുക. രാഷ്ട്രം മറ്റു ചില പ്രവർത്തനങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പെൻഷൻ, വാർ ഒക്കെയാണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ പൊതു ചെലവ് കൂടാനുള്ള കാരണം എന്താണെന്ന് പഠിച്ചു, അല്ലേ? പ്രധാനമായിട്ട് എന്തൊക്കെയാ? ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇന്ത്യയിലെ ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആർബനൈസേഷൻ, ഇന്ത്യയിൽ നഗരവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് ഡിഫൻസ്, ഇന്ത്യ യുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ എണ്ണത്തിൽ ഗണ്യമായ കൂടുതലാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു ശത്രുതാ മനോഭാവം ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ ഇന്ത്യയോട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. അതാണ് മറ്റൊന്ന്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന് വരുമാനം ലഭിക്കുന്നത് പ്രധാനമായിട്ടും 2 മാർഗത്തിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ, ടാക്സ് നികുതി വഴി നമുക്ക് വരുമാനം ലഭിക്കുന്നു. അതിന് വിളിക്കുന്നവരാണ് ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതിയേതര വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നികുതിയേതര വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി അല്ലാണ്ട്, ടാക്സ് അല്ലാണ്ട് മറ്റു മാർഗത്തിലൂടെ ഏതിലൂടെയൊക്കെയാണോ നമുക്ക് വരുമാനം കിട്ടുന്നത് അതിന് വിളിക്കുന്നവരാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ.
പിന്നെ നമ്മൾ നികുതി വരുമാനത്തെ രണ്ടായി തിരിച്ചു. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അഥവാ എന്താണ് പറയാ പ്രത്യക്ഷ നികുതി, ഒന്നാമത് എന്താ ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി, രണ്ടാമത് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. അപ്പൊ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന നികുതിയെ വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടല്ലാണ്ട് കൊടുക്കുന്ന നികുതിയാണ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ പഠിക്കുന്നത് നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നികുതി അല്ലാണ്ട് ഗവൺമെന്റിന് എങ്ങനെയൊക്കെ പണം ലഭിക്കും, നികുതി അല്ലാണ്ട് എങ്ങനെയൊക്കെ പണം ലഭിക്കുന്ന അതിലൊന്നാണ് ഫീ. അല്ലെ, നമ്മൾ ഗവൺമെന്റ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഫീസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെ, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ അക്ഷയ സെന്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരു വില്ലേജ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കും. അല്ലെ, അപ്പൊ അതിലൊരു നിശ്ചിത എമൗണ്ട് അടക്കാൻ പോകുന്നത് ഗവൺമെന്റിന്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് സർവീസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാറുണ്ട്? നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഫീസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഒന്നാമതാണ് ഫീ എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ ചോദിക്കാറുണ്ട് സ്കൂളിൽ. ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ 25-30 രൂപയൊക്കെ ഉണ്ടാവും ഒരു വർഷത്തിൽ. പക്ഷെ അതും എന്താണ്? ഫീ തന്നെയാണ്, ഫീസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട്. രണ്ടാമതാണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. അല്ലേ, ഇപ്പോൾ ഏറ്റവും ഹിറ്റ് ആയിക്കൊണ്ടിരുന്ന സാധനമാണ് മോട്ടോർ വാഹന വകുപ്പ്. അല്ലേ, നമ്മുടെ MVD എന്നൊക്കെ പറയും, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അല്ലേ, അപ്പൊ ഇവർ നടത്തുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാം. അല്ലെ, വണ്ടിയിൽ സ്റ്റിക്കർ വർക്കോ അല്ലെങ്കിൽ വണ്ടിയിൽ കൂടുതൽ അൾട്രേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് മേടിക്കുന്നുണ്ട്? ഇപ്പോൾ ഫൈൻ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെനാൽറ്റി നമുക്ക് തരുന്നുണ്ട്. അല്ലേ, അറിയാം നിങ്ങൾക്ക്. അതുപോലെ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഫൈനാണ്. അതുപോലെ ബൈക്കിൽ 3 പേര് പോയി കഴിഞ്ഞാൽ ഫൈനാണ്. അല്ലേ, അതുപോലെ കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഫൈനാണ്. അതുപോലെ തന്നെ ബൈക്കിൽ എന്താണ് പറയാ കൂടുതൽ ഡെക്കറേഷൻ വർക്ക് നടത്തിയ ഫൈൻ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഫൈനുകൾ മേടിക്കാറുണ്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഏജൻസികളിലൂടെ. ഇതൊക്കെ ആർക്കാ പോകുന്നത്? ഗവൺമെന്റിനാണ്. അപ്പൊ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഗ്രാന്റ് ആണ്. ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗ്രാന്റ് കിട്ടുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ഗ്രാന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ചിലപ്പോൾ പണം കൊടുക്കാറുണ്ട്. ആ പണത്തിന് വിളിക്കുന്നവരാണ് ഗ്രാന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവും? അല്ലെങ്കിൽ വിവിധ ഏജൻസികൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രാന്റ് ആയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റിന് പണം ലഭിക്കാറുണ്ട്. അപ്പൊ അതാണ് ഗ്രാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അല്ലെ, ഇപ്പൊ ഗവൺമെന്റിന്റെ സേവനങ്ങൾ എന്താണ് പറയാ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന് ചിലപ്പോൾ എന്ത് കിട്ടാറുണ്ട്? പലിശ ലഭിക്കാറുണ്ട്. അപ്പൊ അതാണ് എന്ത്? ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഇപ്പൊ എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ലോൺ തന്നു വിചാരിക്കാം. ആ ലോൺ തന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതിന്റെ പലിശയും കൂടെ മേടിക്കുമല്ലോ. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പ്രോഫിറ്റ് ആണ്, ലാഭം. അല്ലെ, പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ, അല്ലെ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു മൊണോപ്പൊളി സ്ഥാപനം ആയതുകൊണ്ട് തന്നെ വേറെ ആരും അതിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് ആണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും നമ്മൾ എന്തിലേക്ക് യൂസ് ചെയ്യും? രാഷ്ട്രത്തിന്റെ റവന്യൂ ആയിട്ട് കൂടും ലാഭം. ക്ലിയർ ആണ്? അപ്പൊ പല മേഖലയിൽ നിന്നും ലാഭം കിട്ടാറുണ്ട്. KSRTC ലാഭത്തിലല്ല, അതല്ല, പക്ഷെ വേറെ കുറെ സ്ഥാപനങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ലാഭത്തിലാവുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ലാഭത്തിലാകുന്ന സ്ഥാപനങ്ങളെ പ്രോഫിറ്റ് എന്തിൽ കൂട്ടാറുണ്ട്? നമ്മുടെ നോൺ ടാക്സ് റവന്യൂവിൽ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇപ്പൊ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഫീസ് ഉണ്ട്, ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ഉണ്ട്, ഗ്രാന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഫീ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫീസ് തന്നെ. പിന്നെ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, പിഴ, അതാണ് ഫൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രാന്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. ഇതാണ് കേട്ടോ, മലയാളക്കാർ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. ഓക്കെ, ഇനി ഈ 2 മാർഗവും അല്ലാണ്ട് ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന വേറെ 2 മാർഗങ്ങളുണ്ട്. അതിന്റെ പേരാണ് സർചാർജും രണ്ടാമത്തെ സെസ്സും. സർചാർജും സെസ്സും. സർചാർജ് ആൻഡ് സെസ്. പിന്നെ ഇതിലൊരു സാധനം കൂടെ പറയാനുണ്ട്. നോൺ ടാക്സ് റവന്യൂ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് നോക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ GST എന്ന് പറയുന്ന സാധനത്തെ സ്കിപ്പ് ചെയ്തായിട്ട് കാണാൻ പറ്റും. അത് സ്കിപ്പ് ചെയ്താലും അടുത്ത ക്ലാസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ സർചാർജ് ആൻഡ് സെസ്. സർചാർജ് എന്താണ്? സെസ് എന്താണ്? അപ്പൊ സർചാർജും സെസ്സും സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ ആദ്യം സെസ് നോക്കാം. സെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ KSRTCയിൽ പോകുന്ന സമയത്ത് നിങ്ങളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴിക്കോട്ടേക്ക് KSRTCയിൽ ടിക്കറ്റ് എടുത്തു. അപ്പൊ നോർമൽ കേസിൽ കുറച്ച് മുമ്പ് 25 രൂപ തന്നെയാണായിരുന്നു KSRTCയിൽ ഫാസ്റ്റ് പാസഞ്ചറിന്റെ പൈസ എന്ന് പറഞ്ഞാൽ 25 രൂപ. നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ആണ് 28 രൂപ. അപ്പൊ 25 രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് സെസ് 1 റുപ്പി എന്ന് കാണാൻ പറ്റും. സെസ് 1 റുപ്പീസ് ഇത് കാണാൻ പറ്റും ചിലപ്പോൾ.
ചിലപ്പോഴല്ല 25 രൂപ ഉണ്ടെങ്കിൽ സെസ് ഉണ്ടാവും, 15 രൂപന്റെ മുകളിലേക്ക് എന്തായാലും സെസ് ഉണ്ടാവാറുണ്ട് KSRTC-യിലൊക്കെ. അപ്പോൾ സെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാഷ്ട്രം ഒരു പെർട്ടിക്കുലർ പ്രശ്നം അഭിമുഖീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന്റെ കയ്യിൽ അപ്പോൾ എക്കോണമി ഇല്ല, രാഷ്ട്രത്തിന്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ മേഖലക്ക് വേണ്ടി എന്ത് ചെയ്യും, സെസ് ചുമത്തും, സെസ് ഇമ്പോസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായി. ഇപ്പൊ 2019 കേരളത്തിൽ പ്രളയം ഉണ്ടായി. അപ്പൊ പ്രളയം ഉണ്ടായ സമയത്ത് കുറെ ആൾക്കാരുടെ വീട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഇവർക്ക് വീടൊക്കെ വെച്ചു കൊടുക്കണം. അപ്പൊ വീടൊക്കെ വെച്ചു കൊടുക്കാൻ വെറുതെ ജനങ്ങളെ കയ്യിൽ നിന്ന് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പൈസ എന്ന് നടക്കില്ല. പകരം എന്ത് ചെയ്യും, സെസ് ചുമത്തും. സെസ് ചുമത്തുക എന്ന് പറഞ്ഞാൽ പ്രളയ സെസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫ്ലഡ് സെസ് അല്ലെ, പ്രളയ സെസ് എന്ന് പറഞ്ഞിട്ട് പൈസ എന്ത് ചെയ്യും, സെസ് ഏർപ്പെടുത്തും. സെസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോ സാധനങ്ങളുടെ ടിക്കറ്റിന്റെ ഇപ്പോൾ KSRTC ടിക്കറ്റ് ആയി 1 രൂപ കൂട്ടുക, അവർ സാധനങ്ങൾക്ക് 1 രൂപ കൂട്ടുക, അങ്ങനെ കൂട്ടി എന്ത് ചെയ്യും, എല്ലാത്തിനും സെസ് ഏർപ്പെടുത്തും. അപ്പൊ ഇതിന്ന് കിട്ടുന്ന വരുമാനം, ഈ സെസ് ആയി കിട്ടുന്ന വരുമാനം മൊത്തം എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇപ്പൊ ഫ്ലഡ് റിലീഫിലേക്ക് യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് പറയാ, കോവിഡ് പ്രശ്നം കൊണ്ട് രാഷ്ട്രത്തിന്റെ എന്താണ് പറയാ എക്കോണമി മൊത്തം തകർന്നിരിക്കുകയാണ്. അപ്പൊ കോവിഡ് സെസ് ചുമത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ആ ഈ സാധനങ്ങൾക്ക് മുകളിലുണ്ടാവുന്ന 1-2 രൂപ സെസ് ആയിട്ട് കിട്ടുന്ന മൊത്തത്തിലേക്ക് യൂസ് ചെയ്യുക, ഈ കോവിഡിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഇതാണ് സെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പെർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുന്നവരെ, ആ പ്രോബ്ലം സോൾവ് ആയി തീരുന്നത് വരെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ പെർട്ടിക്കുലർ സാധനത്തിന്റെ മുകളിൽ സെസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സെസ് ഒഴിവാക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് പറയാ, പ്രളയത്തിന്റെ മുകളിൽ സെസ് ചുമത്തിയെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ ആൾക്കാർക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ച് തീർക്കുന്നവരെ എന്തുണ്ടാവുള്ളൂ, ആ സെസ് ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് പീരീഡിൽ സെസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ സെസ് ഒഴിവാക്കും. പിന്നെ അടുത്ത സെസ് വരും. അടുത്ത സെസ് ചിലപ്പോൾ എന്തായിരിക്കാം, ചിലപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി സെസ് ആയിരിക്കാം, അല്ലെങ്കിൽ റോഡുകൾ പണിയെടുപ്പിക്കാൻ വേണ്ടി സെസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വേണ്ടി ചിലപ്പോൾ എന്തുണ്ടാവും, സെസ് ചുമത്തുന്നുണ്ടാവും. ക്ലിയർ ആണോ? ഇത് രണ്ടും എന്തല്ല, ടാക്സ് അല്ല, ഒരു അഡീഷണൽ ടാക്സ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് സെസ്സും സർചാർജും. പിന്നെ സർചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സർചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ ആയിട്ട് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ അയാൾക്ക് കിട്ടുന്നത് വേണം, 1000 ആണ്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ 1000 രൂപയാണ് അയാൾക്ക് വരുമാനം കിട്ടുന്നത്. ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പൊ അയാള് ഇന്ത്യയിലെ ഇതൊരു എക്സാമ്പിൾ ആണ്, ഇന്ത്യയിലെ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് അയാള് അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് അയാളുടെ ഇൻകത്തിന്റെ 10% അയാൾ ടാക്സ് അടക്കണം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരു അധ്യാപകനാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 1000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് നോർമൽ കേസ് ആണ്. 1000 രൂപ കിട്ടുന്നതുകൊണ്ട് ഞാൻ എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നു, ഞാൻ 100 രൂപ ടാക്സ് അടയ്ക്കുന്നു. പക്ഷെ ചിലപ്പോ ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഇക്കോണമിക്കലി ഡെവലപ്പ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ ടാറ്റ, ബിർള, അംബാനി എന്നൊക്കെ പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. യൂസഫ് അലി എന്നൊക്കെ പറയുന്ന കുറച്ച് വലിയ ആൾക്കാരുണ്ട്, കുറച്ച് എക്കണോമിക്കലി വലിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മൾ അടക്കുന്ന പോലെ മാത്രമല്ല, ഇവർക്ക് സാധാരണത്തിലും കവിഞ്ഞിട്ടും ടാക്സ് അടക്കാനുള്ള കപ്പാസിറ്റി ആരുടെ കയ്യിലുണ്ട്, ഇവരുടെ കയ്യിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കേട്ട കാര്യമായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 75 ആളുകളുടെ കയ്യിലാണ് രാഷ്ട്രത്തിന്റെ 250 കോടികൾ. എക്സാമ്പിൾ ആണ്, രാഷ്ട്രത്തിന്റെ 250 കോടികൾ 75 ആൾക്കാരുടെ കയ്യിലാണ്. ബാക്കി 25 ആൾക്കാരുടെ കയ്യിലാണ് രാഷ്ട്രത്തിന്റെ 750 കോടി എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനോറിറ്റിയുടെ കയ്യിലാണ് മെജോറിറ്റി ഓഫ് മണി ഉള്ളത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് അടക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ എക്കണോമിക്കലി വെൽത്തി ആയ പേഴ്സൺ ഉണ്ടാവും, എക്കണോമിക്കലി വെൽത്തി അല്ലാത്ത പേഴ്സൺ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു കേക്ക് മേടിക്കാൻ വേണ്ടി പൈസ പിരിവിടുകയാണ്. പൈസ പിരിവിടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ചിലപ്പോൾ 10 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ സമയത്ത് എക്കണോമിക്കലി റിച്ച് ആയ ഒരാൾക്ക് ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കാൻ പറ്റും ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ കോളേജുകളിലൊക്കെ സാധാരണ എന്താണ് പറയുക, ഇതേപോലെ തന്നെ വല്ല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഇതേപോലെ 10 രൂപ കൊടുക്കുന്ന കുട്ടികളുണ്ട്, 500 രൂപ കൊടുക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവരുടെ ഇക്കോണമിക്ക് അനുസരിച്ചാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് പറയാ, എല്ലാവരും കൂടെ 50 രൂപ, ഒരാൾ 50 രൂപ അങ്ങനെയാണ് ഇടുക. അല്ല, നമ്മളെന്താ ചെയ്യുക, കൂടുതലുള്ള ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരാൾ 100 രൂപ ഇടും, ചിലപ്പോൾ ഒരാൾ 1 രൂപയും കൊടുക്കൂല, ചിലപ്പോൾ ഒരാൾ 10 രൂപയും കൊടുക്കുന്നുണ്ടാവും. അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് അഡീഷണൽ ടാക്സ് പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന വരുമാനം, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം തന്നെ, ഇപ്പൊ ഞാൻ ആദ്യം അധ്യാപകനായിട്ട് 1000 രൂപ കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ എത്ര കൊടുത്തു, 100 രൂപ കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ വേറെ രാജു എന്ന് പറയുന്ന ആളുണ്ട്. രാജു, ഈ രാജു ഡോക്ടറാണ്. ഈ രാജുവിന് കിട്ടുന്ന ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 1 lakh rupees ആണ്. 1 lakh rupees രാജുവിന് മാസ ശമ്പളം എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പൊ ഈ 1 lakhന്റെ 10% രാജു എന്ത് കൊടുക്കണം, നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 1 lakhന്റെ 10% എന്ന് പറഞ്ഞാൽ വരും 10,000 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? മാസത്തിൽ കൊടുക്കണം, 10,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോ ഈ സർചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ ഈ വ്യക്തി ടാക്സ് കൊടുക്കുന്നത് അതിന്റെ 10% കൂടെ എന്ത് ചെയ്യണം, ആ വ്യക്തി അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജുവിന് കിട്ടുന്ന എന്താണ് പറയാ വരുമാനം അഥവാ ഇൻകം എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പൊ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 rupees, 10,000 രൂപ എന്ത് ചെയ്യണം, രാജു നോർമൽ കേസിൽ ടാക്സ് കൊടുക്കണം. സർചാർജ് ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ, ടാക്സ് ആയി കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 10% കൂടെ എന്ത് ചെയ്യാം, രാജു ടാക്സ് ആയി കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000ന്റെ 10% എത്ര വരും, 1000 വരും. അപ്പൊ എത്ര 10,000 പ്ലസ് 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,000 rupees എന്ത് ചെയ്യണം, രാജു ചെയ്യേണ്ടി വരും, ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സർചാർജ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് സെസ്സും സർചാർജും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും മാറിപ്പോകരുത്. അപ്പൊ സെസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്, ഒരു സ്പെഷ്യൽ ടാക്സ് ആണ് എന്ത്, സെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സെസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ടാക്സ് ആണ്, ഒരു വ്യക്തി കൊടുക്കുന്ന ഇൻകത്തിന്റെ മുകളിലുള്ള അഡീഷണൽ ആയിട്ട് ടാക്സിന് വിളിക്കുന്നവരാണെന്ത്, നമ്മൾ വിളിക്കുന്നത് സർചാർജ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. രാഷ്ട്രത്തിന്റെ ചെലവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു, അഥവാ പൊതു ചെലവ് എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ രണ്ടായി കാറ്റഗറി ചെയ്തു. ഒന്നാമതാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകളും, രണ്ടാമത് വികസനേതര ചെലവുകളും. അപ്പൊ വികസന ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ചെലവഴിക്കുന്ന ചെലവുകളെ നമ്മൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകളെന്നും, വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ചെലവഴിക്കുന്ന എക്സ്പെൻഡിച്ചറിനെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവുകൾ എന്നും പറയുന്നു. പിന്നെ എക്സാമ്പിൾ പഠിക്കുക, റോഡ്, ബ്രിഡ്ജ് ഒക്കെ, നോൺ ഗവൺമെന്റ്, വാർ, പെൻഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള കാരണം പഠിച്ചു, പോപ്പുലേഷൻ, ഓർഗനൈസേഷൻ, ഡിഫൻസ് അല്ലേ. പിന്നെ രാഷ്ട്രത്തിന് വരുമാനം കിട്ടാന്ന് പഠിച്ചു, അതിനെ വിളിച്ചതാണ് പബ്ലിക് റവന്യൂ അല്ലേ. രണ്ട് രീതിയിലാണ്, ഒന്നെന്താ ടാക്സ് ആയിട്ട് കിട്ടും, രണ്ടാമത്തെ ടാക്സ് അല്ലാണ്ട് കിട്ടും. ടാക്സ് ആയിട്ട് എന്തൊക്കെയാ, ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഡയറക്ട് ടാക്സ് ആണ് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന രീതിയാണ് ഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അല്ലാണ്ട് കൊടുക്കുന്ന രീതിയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ നോൺ ടാക്സ് റവന്യൂ, നികുതി അല്ലാണ്ട് ലഭിക്കുന്ന വരുമാനം ഏതൊക്കെയാണെന്ന് പഠിച്ചില്ലേ, ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റി, ഗ്രാന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതൊക്കെയാണ് മറ്റത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാക്സ് അല്ലാണ്ട് ലഭിക്കുന്ന വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സർചാർജും സെസ്സും. ഏതൊക്കെയാണ് മക്കളെ, സർചാർജും സെസ്സും. രണ്ടും അറിയാലോ. സർചാർജ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ടാക്സ് ആണ്, ഒരു വ്യക്തി കൊടുക്കുന്ന, അതാണോ യെസ് അല്ലേ. സർചാർജ് ഒരു വ്യക്തി കൊടുക്കുന്ന 10,000 രൂപയാണ് വരുമാനം കിട്ടുക എന്നാൽ സാധാരണയാണ് എന്താ കൊടുക്കുക, 1000 രൂപയാണ് കൊടുക്കുക. പക്ഷെ എന്താണ് സർചാർജ് പ്രകാരമാണെങ്കിൽ അയാൾ 1000 രൂപയുടെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ, 1200 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി. അപ്പൊ അതാണ് സർചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ടൈമിൽ യൂസ് ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഇത് സെസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.